വലിയൊരു പാറ, അത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ? അടുത്ത ആൾ കയറിക്കോ. ഇനി കുത്തനെ കയറ്റമാണ്. ഇതേ അവർ കയറി പോകുന്നുണ്ടോ? ഞാനിനി കുറച്ച് കഴിഞ്ഞിട്ടേ കയറുന്നുള്ളൂ. ഇവിടെ ഇരിക്കാൻ പോകുന്നു. കുറേ സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് അവർ പോകണം. അവർ കയറിപ്പോട്ടെ. ഇനി ഞാനാണ് ഏറ്റവും പുറകെ, ബാക്കിയെല്ലാം മുകളിലെത്തി. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇല്ലേ, ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ വന്ന് മല കയറിയിട്ട് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിച്ച്. ഞാൻ പിന്നെ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റായിരുന്നു. പക്ഷേ കണ്ടോ, ഈ കാണുന്നൊരു കാഴ്ച ഉണ്ടോ? ഇതൊരിക്കലും നമ്മൾ വീട്ടിലിരുന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ കാണാനും കുറേ സമയം ഇങ്ങനെ ഈ കാട്ടിൽ കൂടെയൊക്കെ നടക്കാനും കിളികളുടെ ശബ്ദം കേൾക്കാനും ഒക്കെയാണ് ഞങ്ങൾ മലയുടെ മുകളിലോട്ട് കയറി വരുന്നത്. കണ്ടോ, ഈ ഒരു കാഴ്ച ഉണ്ടോ? ഇതൊരിക്കലും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ കാണാൻ പറ്റില്ല. അതുപോലെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, അതൊന്നും അല്ല അതിൻ്റെ ഫീല്. നമ്മളിവിടെ വന്ന് ഇതൊക്കെ അനുഭവിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നല്ല ദാഹമുണ്ട്, ക്ഷീണമുണ്ട്, കഷ്ടപ്പെട്ട് കയറും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊക്കെ അനുഭവങ്ങളാണ്, ഓർമ്മകളാണ്. അതെ, അവരതേ അവിടെ വഴി നിൽക്കുന്നു. ഓക്കെ, ഇനി ഞാനും പതുക്കെ കയറട്ടെ. 2 മാസം മുന്നേ ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ ഇതേപോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, മൊത്തം ഇങ്ങനെ നീലക്കുറിഞ്ഞ് പോലൊരു പൂവാ. പിന്നെ വേറൊരു ചെടിയുണ്ട് കണ്ടോ, ഭയങ്കര ഭംഗിയായി ഇതിനെ കാണാൻ. കണ്ടോ, ഇവിടെ മാത്രമേ ഞങ്ങൾ ഈ ചെടി കണ്ടിട്ടുള്ളൂ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതൊരു വഴി പോലെയാണ്, നമ്മളിതിനിടയിൽ കൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇപ്പോഴും ആ സെയിം ഫീലാണ്. പിന്നെ അന്ന് ഇതിനേക്കാളും പൂക്കളുണ്ടായിരുന്നു, അങ്ങനെ വേണം പറയാൻ. ഇപ്പോൾ പൂക്കൾ കുറവാണ്. ഇതൊരു വഴിയാണ് കണ്ടോ, ഇതുവഴിയൊക്കെ നടക്കാൻ പറ്റുന്നതൊരു ഭാഗ്യമാണ്. ഇന്ന് 1-ാം തീയതിയായിട്ട് വീട്ടിൽ ഇരുന്നെങ്കിൽ ഒരു ഉപയോഗമില്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ട് എനിക്ക് ഈ ഒരു മലയുടെ മുകളിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റി. മൊത്തം ബട്ടർഫ്ലൈസാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ വരുന്നതായിരിക്കും. ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ക്യാമറയൊന്നും കൊണ്ടുവന്നിട്ടില്ല സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതുപോലെ വേറൊരു നീലപ്പൂവായി താഴെ വരെ മൊത്തം പൂത്ത് കിടക്കുന്നത്. എന്താ, ഞാൻ അത് അടുത്ത് കാണിച്ചു തരാം. ഈ ചെടി ഇത് കണ്ടോ, ഈ നീലപ്പൂക്കളുണ്ടോ, ഇത് മൊത്തം ഇവിടെ ഉണ്ട്. കണ്ടോ, ഈ ഒരു മല മൊത്തം ഒരു നീല നിറം ഫീൽ ചെയ്യുന്നില്ലേ? കണ്ടോ, മൊത്തം ഇങ്ങനെ ചിത്രശലഭങ്ങൾ പാറി നടക്കുക. ഈ ഒരു താഴെ വരെ മൊത്തം, അവിടെ മൊത്തം ഈ നീലപ്പൂക്കളാണ് ഞാൻ കാണിച്ചു തന്നെ. നമ്മളിങ്ങനെ ഇതിലേക്ക് സ്ക്രീനിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു പിങ്ക് നിറം എല്ലാ ഭാഗത്തും. കണ്ടോ, ആ ചെടികളാണ് മൊത്തം. പിന്നെ ഇങ്ങോട്ടൊക്കെ കാട, പിന്നെ ഉയരം കൂടിയ പാറകൾ. അങ്ങനെ ഞാൻ ആ ഭാഗത്തു നിന്നാണ് നടന്നു വന്നത്. ഇതേ അവിടെ നിന്ന് കിരൺ വരുന്നുണ്ട്. ഇതേ ഒന്ന് കുറേ സമയത്തെ ട്രക്കിങ്ങിന് ശേഷം ഞങ്ങളൊരു സുന്ദരൻ വ്യൂ പോയിൻറ്റിലെത്തി. എൻ്റെ ഫ്രണ്ട്സായി നിൽക്കുന്നത്. ഞാൻ ഇനി ആ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. ചുറ്റും ഇങ്ങനെ ഉയരമുള്ള മലകളാണ്. ആ ഭാഗത്ത് കാണുന്നതൊക്കെ മഹേന്ദ്രഗിരിയിലെ മലനിരകളാണ്. അവിടെ ഒരു താഴ്വരയുണ്ട്. താഴ്വര ഭൂതപ്പാണ്ടിയാണ്. മൊത്തം ഇങ്ങനെ നെൽവയലുകളാണ്. ഞങ്ങൾ അന്ന് ട്രക്കിങ്ങിന് വന്നപ്പോൾ ഈ ഭാഗത്ത് ആ ഒരു ഷോള വനം പോലെ കാണുന്നില്ല, അതിനിടയിൽ പോയിരുന്നു. മൊത്തം ആ പൂക്കളുണ്ടായിരുന്നല്ലോ, അന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം. പക്ഷേ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം വെറുതെ ടൈം കളയുന്നില്ല. പകരം ഞങ്ങൾ അവർ നടന്നു പോകുന്നുണ്ടോ, ഇതിലേ പോയിട്ട് അന്ന് ഞങ്ങൾ അപ്പുറത്ത് ആ വലിയ മലയുടെ അവിടെ പോയില്ല. അപ്പോൾ അവിടെ പോകാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും മുന്നോട്ട് നടക്കുന്നു. ഞങ്ങൾ അറബിക്കടലിൻ്റെ സൈഡിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ അതായത് പടിഞ്ഞാറ് സൈഡിൽ നിന്ന്. ഞങ്ങളിപ്പോൾ മല കയറി മലയുടെ ഇപ്പുറ സൈഡെത്തി, കിഴക്ക് സൈഡ്. ഇവിടെ ബേ ഓഫ് ബംഗാളാണ്. അങ്ങ് ദൂരെയായിട്ട് ആലുവ വഴിയിലെ കാറ്റാടി പാടങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് അതിൻ്റെ അങ്ങറ്റം ബംഗാൾ ഉൾക്കടലാണ്. പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുന്നുള്ളൂ, ക്യാമറയിലൊന്നും ഇല്ല. ഇത് അപ്പുറത്ത് ദൂരെയായിട്ട് മഹേന്ദ്രഗിരിയിലെ ഉയരമുള്ള മലകളാണ്. എല്ലാവരും അങ്ങ് എത്തി കേട്ടോ, ആ ഒരു വനം പോലെ കാണുന്നതിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ഞങ്ങളിന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല. അന്ന് ഞങ്ങൾ വന്നപ്പോൾ താഴെ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് ആ ഒരു മല ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറാം. ഏറ്റവും മുകളിൽ ഏറ്റവും ഉയരമുള്ള മല കയറാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. ഇത് ശരിക്കും മനുഷ്യർ നടന്നു പോകുന്ന വഴിയല്ല, ഇവിടുത്തെ പോത്തുകൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ ആ പോത്ത് പോകുന്ന വഴി കൂടെ നടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ആ പൂവുണ്ട്, എല്ലാ സ്ഥലത്തും ആ പൂക്കൾ വിരിഞ്ഞിപ്പുണ്ട്. ഞങ്ങളൊരു മല ഇറങ്ങുകയാണ് കേട്ടോ, കുത്തനെ. അവിടെ താഴെ ഏറ്റവും താഴെയായിട്ട് കുറേ പോത്തുകൾ ഇപ്പോൾ ഉണ്ട്, കാണാൻ വരുന്നുണ്ടോ? പോത്തുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഞാനത് സൂം ചെയ്യാത്തത് ആ വിഷ്വലൊന്നും ക്ലിയർ കാണില്ല. അവർ ഓടിപ്പോകുന്ന കാണാൻ വരുന്നുണ്ടോ? ഒരു സൈഡിൽ നിന്ന് കുറേ പേര് ഓടി വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ മല ഇറങ്ങുന്ന കാരണം ശ്രദ്ധിച്ച് ഇറങ്ങാനും പറ്റൂ. അപ്പോൾ എനിക്കത് കാണാൻ വരുന്നുണ്ട്, വീഡിയോയിൽ അത് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? കുത്തനൊരു ഇറക്കം. അവിടെ താഴെ ഒരു നദി ഒഴുകി വരുന്നതാണ്. അപ്പോൾ ആ വെള്ളമുള്ള ഭാഗത്താണ് പോത്തുകൾ കൂട്ടത്തോടെ നിൽക്കുന്നത്. ശരിക്കും വൈൽഡായിട്ട് വളരുന്ന പോത്തുകളാണ്, ഡേഞ്ചറാണ് അവർ.
ഞാനിപ്പോൾ പോത്തുകളെ ലക്ഷ്യമാക്കി താഴോട്ട് ഇറങ്ങുന്നു. ഇതേണ്ട അവിടെ താഴെയുണ്ട് ഒരു കൂട്ടമുണ്ട്, അതുപോലെ അങ്ങ് ദൂരെ നിന്ന് ഒരു കൂട്ടം മേഞ്ഞ് വരുന്നുണ്ട്. നമുക്കങ്ങ് അടുത്ത് പോകാൻ പറ്റില്ല, എന്നാലും കുറേ അടുത്ത് പോയി കാണാൻ പറ്റും. കണ്ടോ, കുറേ ഉണ്ട്, ഒരു 30 വരുമായിരിക്കും. ഇതേ ഞങ്ങളെ കണ്ടിട്ട് അവർ പതുക്കെ അനങ്ങി തുടങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 3 പേരും താഴോട്ട് ഇറങ്ങിയതാണ്. കണ്ടോ, വലിയൊരു കൂട്ടം, അതാ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അവർ. ദേ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടോ, ആ ഭാഗത്തു നിന്ന് ഒരു കൂട്ടം നടന്നു വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ടോ? ദേ വരുന്നുണ്ടോ, വരിയായിട്ട് മേഞ്ഞ് വരുന്നു. കണ്ടോ, ഇപ്പോൾ കാണാമോ? കണ്ടോ എന്ത് വരിയാണ് വരിക. ഇവർ അങ്ങോട്ട് പോവുകയാണ് വെള്ളം കുടിച്ചിട്ട്. ഇവിടെ കിടക്കാൻ വന്നതാണ് അവർ, വെള്ളത്തിൽ കിടപ്പുണ്ട് കുറേ പേര്. പക്ഷേ ഞങ്ങൾ വന്നത് കാരണം അവർ നടന്നു പോകുന്നതാണ്. സൂപ്പർ കാഴ്ച. ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാ. കുഞ്ഞു പോത്തുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളുണ്ട്. അതെ അവരവിടെ നിന്ന് ഓടി വരിക ഇങ്ങോട്ട്. അതവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും പരസ്പരം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി. പോത്തുകൾ അവരുടെ സഞ്ചാരം തുടങ്ങി. ഇതേ പോകുന്നു അവരിനി താഴെ. പോത്തുകളുടെ ഒരു താവളം ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒരു മലയെടുക്കുക, അവരങ്ങോട്ട് പോവുക. ഉണ്ടോ, അവരിനി ഞങ്ങൾ ലാസ്റ്റ് അവിടെ പോയി വിശ്രമിക്കാൻ സമയം. നല്ല വെയിലാണ്, നല്ല വെയിലായി. അവരുടെ ലൈഫ് സൂപ്പറല്ലേ. ഇവിടുത്തെ പുൽമേട്ടിലെ പുല്ലും കഴിച്ച്, ഇവിടെ ഈ നദി ഉണ്ടാകുന്ന സ്ഥലത്തെ വെള്ളവും കുടിച്ച് ഇനി വൈകുന്നേരം ഇങ്ങോട്ട് വരുമായിരിക്കും ഇവർ തിരികെ. ഇതേ പോകുന്നുണ്ടോ, വേഗതയിൽ ഓടിപ്പോവുക. ശരിക്കും കണ്ണെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നുന്നത്. അവരുടെ ഓട്ടം കണ്ടോ, വേഗത്തിൽ ഓടിപ്പോവുക. കണ്ടോ, ഓ എന്ത് രസം അത് കാണാൻ. ശരിക്കും എൻ്റെ കയ്യിൽ ഇന്ന് DSLR ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂം ചെയ്ത് നല്ല വീഡിയോ കിട്ടുമായിരുന്നു. ഇത് അവരങ്ങ് ഓടി മറയുകയാണ് ആ ഒരു ഗ്രൂപ്പ്. പക്ഷേ ഇവരിലെ ഏറ്റവും വലിയ കാട്ടുപോത്ത് അത് ഇങ്ങ് നിൽക്കുക, ഇങ്ങ് അറ്റത്ത്. ഇത് ഇവിടെ ഒരാളെൻ്റെ മുന്നിലുണ്ട് കേട്ടോ, ഈ പാറയുടെ മുന്നിൽ ഒരാളുണ്ട്. ഓക്കെ എന്നാൽ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. അവരത് അങ്ങ് പോയി അത് അങ്ങ് പോവേ എല്ലാവരും. ഞങ്ങൾ ഇവിടെ താഴെ നിന്ന് കയറി വന്നിട്ട് ദേ ഈ മുന്നിൽ കാണുന്നില്ലേ മല, ഇതിൻ്റെ അപ്പുറത്തൂടെ വന്ന് അങ്ങനെ വന്ന് ദേ ആ മലയുടെ സൈഡിൽ കൂടെ കണ്ടോ അവർ വരുന്നുണ്ടോ. അങ്ങ് ദൂരെ 2 ആൾക്കാരുണ്ട് കേട്ടോ, ഇവരല്ല, അങ്ങ് ദൂരെ ഉണ്ട് അവർ, അങ്ങ് താഴെയായി. ഇത് അങ്ങ് മുന്നിൽ ആ മലയിടുക്കിൽ പോത്തുകളെയൊക്കെ കണ്ടിട്ട് പിന്നെ വീണ്ടും മുകളിൽ കയറുക. ഞങ്ങൾ ശരിക്കും അന്ന് കഴിഞ്ഞ 2 മാസം മുന്നേ വന്നപ്പം ഇത് അവിടെ മലയിടുക്കിൽ യാത്ര അവസാനിപ്പിച്ചു. അന്നേ വിചാരിച്ചിരുന്നത് നമ്മൾ അടുത്ത മല കയറുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് കയറുക. ഇപ്പോൾ 2 ആൾക്കാരങ്ങ് മുകളിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കയറട്ടെ. ഭയങ്കര ചൂടായി കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, കാരണം പോത്തുകൾ അവിടെ എല്ലാം ചവിട്ടി നശിപ്പിച്ച്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം കയ്യിലിരിപ്പുണ്ട്, അതുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കയറുക. ഭയങ്കര വെയില, ഭയങ്കര ചൂടാ കണ്ടോ. അങ്ങനെ കുത്തനെ കയറിപ്പോണം നമുക്കിനി, അങ്ങ് ഒരുപാട് മുകളുണ്ട്. ഞങ്ങളാ മുന്നിൽ കാണുന്ന മലയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്ന് ഈ താഴ്വര മൊത്തം ഇങ്ങനെ ഇറങ്ങി കണ്ടോ, ആ വ്യൂ ഉണ്ടോ എന്ത് സുന്ദരമാണെന്ന് നോക്കി. ദേ അവിടെ 3 പേര് നിൽപ്പുണ്ട് അവിടെ ഫോട്ടോ എടുത്തിട്ട്. പിന്നെ ഇതൊരു ഭയങ്കര ചരിഞ്ഞൊരു സ്ഥലമാണ്. ദേ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് 2 പേര്, കാണാൻ വരുന്നുണ്ട്. അങ്ങ് മുകളിലെത്തി. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനായി നിൽക്കുക, കയറാൻ വരുന്നില്ല, ഭയങ്കര വെയിലാണ്. നമ്മൾ സാധാരണ മഴ സമയത്തൊക്കെ വരുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര കഷ്ടമാണ്. പാറയെല്ലാം നല്ല ചൂട്, മുഖത്തിങ്ങനെ വെയിലടിക്കുന്നുണ്ട്. ഞാൻ എന്താ കൺഫ്യൂസ്ഡായി, എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് കയറി പോയല്ലേ പറ്റൂ, ഇപ്പം തിരിച്ചിറങ്ങാൻ പറ്റില്ല. തിരിച്ചിറങ്ങാൻ ഇതിനേക്കാളും കഷ്ടമാണ്. അതുപോലെ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇത് അവിടെ വരും, ഇതവിടെ താഴെ ആ ഒരു മലയിടുക്കിൻ്റെ ആ ഒരു ഭാഗം, അവിടെ നിന്ന് നദി ഉണ്ടാകുന്ന സ്ഥലം. വന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അതേപോലെ ആ മലയെ ചുറ്റി ഇറങ്ങി അങ്ങ് താഴെ പോവും. അങ്ങ് താഴെ ഡാം കാണുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഈ മല മൊത്തം കയറി ഇതിൻ്റെ അപ്പുറത്ത് ഭാഗത്തൂടെ. ഇത് രതീഷ് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, പക്ഷേ രതീഷ് അങ്ങ് മുകളിലെത്തി, ഏറ്റവും മുകളിൽ ആ നീലയായിട്ട് കാണുന്നില്ലേ മലയും ഇതൊക്കെ ആയിട്ടോ, അതിൻ്റെ മുകളിൽ നിൽക്കുക രതീഷ്. ഓക്കെ ഞാൻ കയറട്ടെ, എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ കയറുന്നു. മൊത്തം തെന്നുന്നു, കാല് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. പിന്നെ ഈ പോകുന്ന വഴിയിൽ മൊത്തം ഇതാ ഈ ഇളകിയ കല്ലുകളാണ്, മൊത്തം ഇങ്ങനെ പോത്ത് ചവിട്ടിയിട്ട് ഇളകി കിടക്കുക, കുഞ്ഞു കുഞ്ഞു കല്ലുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴും. റിമോട്ടായിട്ടുള്ള സ്ഥലമല്ലേ. അതെ ഒരാളിവിടെ പാറപ്പുറത്ത് നാങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട്, ഉണ്ടോ ആ മരങ്ങളുടെ പുറകെ. ഈ ഒരു ടൈപ്പ് ചെടിയുണ്ടോ, ഈ പൂക്കളും. ഞാൻ ശരിക്കും വേളിമലയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെയും. ഇതെവിടെ ഈ 2 ചെടിയുണ്ട്,
ഇതേ ഈ ഭാഗത്തൊരെണ്ണം, ഇതേ ലെവലിൽ അങ്ങ് മുകളിലോട്ട് 2-3 ചെടി നിൽപ്പുണ്ട്. പിന്നെ അത് ഇപ്പുറത്തൊരെണ്ണം, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്, എന്നാലും വളരെ കുറച്ച്. ഈ നിൽക്കുന്ന പേരയാണേ, നമ്മുടെ നാട്ടിലെ പേരയല്ല, കാട്ടുപേര. ഇപ്പോൾ പക്ഷേ കായകളൊന്നുമില്ല. പിന്നെ ആ നീലക്കുറിഞ്ഞ് വെള്ള പൂ ഇവിടെ ഉണ്ട്, പക്ഷെ എല്ലാം കരിഞ്ഞു പോയി. വെയിലിൻ്റെ കാഠിന്യമാണ് കണ്ടോ. ഇവിടെ മൊത്തം അത് തന്നെയാണ്. ശരിക്കും നമ്മൾ മഴയ്ക്ക് ശേഷം എന്നല്ല, ദീപാവലി സമയത്താണ് ഇതിൻ്റെ സീസൺ. ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊത്തം പൂത്ത് കിടക്കുന്ന കാണാൻ പറ്റും. ഇത്രയും സമയം നല്ല വെയിലായിരുന്നു, ഇപ്പോൾ ജസ്റ്റ് തണലായി, ഭയങ്കര ആശ്വാസമായി. രതീഷ് ഒരു പാറയുടെ ചരിവ് നിൽപ്പുണ്ട്. അമ്പോ ഭയങ്കര ആശ്വാസമായി കേട്ടോ തണലായപ്പോൾ. ഇനി ഉച്ചയ്ക്ക് ശേഷം വെയിലില്ലാതിരുന്നാൽ മതിയായിരുന്നു, കരിഞ്ഞു വന്ന്. ഞങ്ങൾ അടുത്ത ഒരു ഉയർന്ന സ്ഥലത്തെത്തി. ദേ ഈ പാറ കണ്ടോ, അങ്ങ് അറ്റം വരെ ഉണ്ടെന്ന്, വേണമെങ്കിൽ നടന്നു പോവാം, വയ്യ അങ്ങോട്ട് നടക്കാൻ വേണ്ടി. ഇവിടെയും മൊത്തം നെൽവേലുകളാണ്, താഴ്വര കണ്ടോ, മലകളുമൊക്കെ. ഇപ്പുറത്ത് വീണ്ടും ഒരു വലിയ പാറ, നമ്മൾ അവിടെ നിന്ന് കാണുന്ന പോലെ. ആദ്യത്തെ ഒരു വലിയ മല കയറി വന്നു, ഇത് അടുത്ത മലയാണ്. നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ പോകും. ഇതാണ് വെള്ളിമലയുടെ ഏറ്റവും ടോപ്പ് പോയിൻ്റ്. പിന്നെ ഇവരതൊക്കെ ഇവിടെ നിൽക്കുന്നു എല്ലാവരും, ഭയങ്കര ക്ഷീണിതരാണ്. പക്ഷേ ജസ്റ്റ് ആ വെയിൽ മാറിയതിൻ്റെ ആശ്വാസമുണ്ട്.